കമ്മ്യൂണിസ്റ്റുകാരൻ അധികാരത്തിൽ വന്നാൽ ഞാൻ ആത്മഹത്യ ചെയ്യും എന്ന് പറഞ്ഞ് നമ്മളൊക്കെ വ്യാമോഹിപ്പിച്ച, അദ്ദേഹം ചെയ്തില്ല, അതുകൊണ്ടാണ് വ്യാമോഹിപ്പിച്ച എന്ന് ഞാൻ പറഞ്ഞത്. മനോരമക്കാരന് സ്വാഭാവികമായി പ്രയാസം ഉണ്ടാവും, A+ കാറ്റഗറിക്കാരന് പ്രയാസം ഉണ്ടാവും. അതുകൊണ്ടാണ് മനോരമയും ഏഷ്യാനെറ്റും അടക്കം വീണ ജോർജിനെ മത്സര സമയത്ത് പോലും കടന്നാക്രമിച്ചിട്ടുള്ളത്. പക്ഷെ അവർ ജയിച്ചു. ഒരുപാട് കാലത്തിനിപ്പുറം, ഒരു 10-20 കൊല്ലത്തിനിപ്പുറമാണെന്ന് എനിക്ക് തോന്നുന്നത്. അരിവാൾ ചുറ്റിക നക്ഷത്രമടയാളത്തിൽ 46 വർഷത്തിന് ശേഷം അരിവാൾ ചുറ്റിക നക്ഷത്രമടയാളത്തിൽ എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ 7000 വോട്ടിനാണെന്ന് ജയിച്ചിട്ടുള്ളത്. 2021 അതിൻ്റെ ഏകദേശം 3 ഇരട്ടിയോളം 20,000 ചില്ലാനം വോട്ടിനാണ് അവർ ജയിച്ചിട്ടുള്ളത്. കടന്നാക്രമണം കൂടുന്തോറും അവരുടെ വിജയം കൂടുകയാണ് ചെയ്തത്. അന്തവും കുന്തവുമില്ലാത്ത എന്ന് വീണ ജോർജിനെ വിമർശിച്ച KM ഷാജിയെക്കുറിച്ച് ആ സമയത്ത് ഞാനൊന്ന് പഠിക്കാൻ തീരുമാനിച്ചു. സാന്ദർഭികമായി പറയുന്നു എന്ന് മാത്രം. തെരഞ്ഞെടുപ്പിൽ അദ്ദേഹം പറഞ്ഞിട്ടുള്ളത് ഞാൻ പ്രീ ഡിഗ്രി പാസ്സായിട്ടുണ്ടെന്നാണ്. എൻ്റെ നാടിനടുത്ത ചേന്നമംഗലൂർ ജമാഅത്തെ ഇസ്ലാമിയുടെ ഈറ്റിലും പോറ്റിലുമാണ്. അവിടുത്തെ ഇസ്ലാഹിയ കോളേജിലാണ് അദ്ദേഹം പഠിച്ചിട്ടുള്ളത്, ഈ KM ഷാജി. അദ്ദേഹത്തിൻ്റെ ഒരു അധ്യാപകനോട്, കോളമിസ്റ്റാണ്, മാധ്യമങ്ങളിലൊക്കെ വരുന്നുണ്ട്, ഞാൻ ആ പേര് പറയുന്നില്ല, അദ്ദേഹത്തോട് ചോദിച്ചു, നിങ്ങളുടെ കോളേജിലാണല്ലോ ഈ KM ഷാജി പഠിച്ചത്, എത്ര വരെ പഠിച്ചിട്ടുണ്ട്? അയാൾ എന്നോട് പറഞ്ഞ മറുപടി എന്നെ അത്ഭുതപ്പെടുത്തി. ചാനലുകൾ ഇത് കേൾക്കുന്നുണ്ടല്ലോ, ചിലപ്പോൾ റെക്കോർഡിംഗ് ഉണ്ടാവുമല്ലോ. അദ്ദേഹം പറഞ്ഞത്, ഞങ്ങളുടെ കോളേജിൽ പഠിച്ചു, ഹോസ്റ്റലിൽ താമസിച്ചു, 6 മാസം കഴിഞ്ഞപ്പോൾ ഹോസ്റ്റൽ ഫീസ് തരാതെ മുങ്ങിയതാണ്, പക്ഷേ ക്യാൻറ്റീനിൽ ഫുൾ ഹാജരായിരുന്നു എന്നാണ് എന്നോട് പറഞ്ഞത്. അദ്ദേഹമാണ് അന്തവും കുന്തവും ഇല്ലാത്ത എന്ന് പറഞ്ഞു. ഷാജി പിന്നെ പറഞ്ഞു അയാൾക്ക് MBA ഡിഗ്രി ഉണ്ട്, ചെന്നൈയിലേതോ യൂണിവേഴ്സിറ്റിയിൽ നിന്നുള്ള ഡിഗ്രിയാണെന്ന്. ഞാൻ അപ്പോൾ ഓർത്തത് എൻ്റെ ഒരു കൂട്ടുകാരനാണ്, പ്രീ ഡിഗ്രിയൊക്കെ കഴിഞ്ഞ് ഗൾഫിലേക്ക് പോകാൻ ഇപ്പോഴല്ല 10-15 കൊല്ലം മുമ്പ് അക്കൗണ്ടൻ്റ് വിസ എടുത്തു. ഫാമിലിയൊക്കെ കൊണ്ടുപോകാനാണ്, കാരണം അക്കൗണ്ടൻ്റ് വിസ ആകുമ്പോൾ ഫാമിലിയൊക്കെ എടുക്കാം. പക്ഷേ അക്കൗണ്ടൻ്റ് വിസയ്ക്ക് ഒരു പ്രശ്നമുണ്ട്, BCom പാസ്സാവണം. ഇയാളാണെങ്കിൽ പ്രീ ഡിഗ്രി തോറ്റതാണ്. വിസ ഏജൻറ്റ് പറഞ്ഞു പ്രശ്നമില്ല, അതൊക്കെ ബോംബെയിലെത്തിയാൽ മതി പരിഹരിക്കാൻ. ബോംബെയിലെത്തി നോക്കുമ്പോൾ കേരള യൂണിവേഴ്സിറ്റിയുടെ 2nd ക്ലാസ്സോടുകൂടിയുള്ള ഉഗ്രൻ സർട്ടിഫിക്കറ്റ്. വില എത്രയാണെന്ന് ചോദിച്ചപ്പോൾ 3000 എന്ന് പറഞ്ഞു. ഒരു ക്യൂരിയോസിറ്റിക്ക് ഇയാൾ ചോദിച്ചു MBBS ഉണ്ടോ? ഉണ്ട്. എത്രയാണെന്ന് ചോദിച്ചു 5000, 2000 രൂപേൻ്റെ വ്യത്യാസമുള്ളത്. അത് വെച്ചിട്ടാണ് KM ഷാജി നമ്മളെ ഇളക്കാൻ വന്നത്. ഞാൻ അതിൻ്റെ വിശദീകരണത്തിൽ കിടക്കുന്നില്ല. ഞാൻ പറഞ്ഞു വന്ന കാര്യം ഇതാണ്, ഇങ്ങനെ നിരവധി കാര്യങ്ങൾ നേരത്തെയും വീണ ജോർജിനെതിരെ വന്നിട്ടുള്ളതാണ്. അവരുടെ ഈ മണ്ഡലത്തിൽ നടത്തിയിട്ടുള്ള വികസന കാര്യങ്ങൾ ഞാൻ പറയണമെന്ന് ഉദ്ദേശിച്ചിരുന്നു, പക്ഷെ വളരെ കൃത്യമായി നേരത്തെ ഇവിടെ പറഞ്ഞു. അതുകൊണ്ട് ഞാൻ അതിലേക്ക് കിടക്കുന്നില്ല. കൂട്ടത്തിൽ ഒന്നുകൂടി ഞാൻ ഓർക്കുകയായിരുന്നു, ഞാൻ വരുമ്പോൾ അധ്യക്ഷൻ്റെ പ്രസംഗം നടന്നുകൊണ്ടിരിക്കുകയാണ്. അധ്യക്ഷനും ഉദ്ഘാടന സഖാവ് ഇപ്പോൾ ഇവിടെ പറഞ്ഞ് ഗുജറാത്തിലെ ഒരു പാലം അപകടം. ഇന്ന് രാവിലെ എൻ്റെ റൂമിലേക്ക് സഖാവ് 3 വാരികളാണ് പത്രങ്ങളാണ് കൊണ്ടുവന്നത്. ഒന്ന് മനോരമ, ഒന്ന് മാതൃഭൂമി, ഒന്ന് മംഗളം. 3 എൻ്റെ റൂമിലുണ്ട്. കയ്യിലിപ്പം ഞാൻ മാതൃഭൂമിയെ പിടിച്ചിട്ടുള്ളൂ. മാതൃഭൂമിയിൽ ഈ ചിത്രം നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. ഗംഭീര പാലം. ഗുജറാത്തിൽ ഒരു പാലം തകർന്ന് 11 പേര് മരിച്ചിട്ടുണ്ട്. ആകെ മാതൃഭൂമിയിലുള്ള വാർത്ത അതാ ഈ കാണുന്ന ചിത്രമാണ്. എന്നിട്ട് പറഞ്ഞു വിശദ വാർത്ത 8-ാം പേജിൽ. ഞാനിപ്പോൾ അത് മറിച്ചുണ്ടാക്കുന്നില്ല. 8-ാം പേജിലേക്ക് പോകുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒരു മൈക്രോസ്കോപ്പ് കൂടി വെക്കേണ്ടി വരും ഇതിൻ്റെ 8-ാം പേജിൽ. എന്നാൽ ഒട്ടും മോശമാക്കിയിട്ടില്ല. പണിമുടക്കിൻ്റെ ഗംഭീര വാർത്ത ഇതിലുണ്ട് വിശദമായി. ഇത് തന്നെയാണ് മനോരമ, ഇത് തന്നെയാണ് മംഗളം.